അതിന് എന്നെ വിളിച്ചിട്ട് ചില ട്രിപ്പ് വരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, ഞാനങ്ങനെ വരാനെന്ന് വെച്ചപ്പോൾ എന്നോട് പറഞ്ഞുകൊണ്ട് ചിലവൊക്കെ ഞാൻ നോക്കിക്കോളൂ, ഒന്നും നീ പേടിക്കണം, എനിക്ക് 4 നേരം ഫുഡ് പോരെ. ഞാൻ പറഞ്ഞു എനിക്ക് 3 നേരം മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കി ഓലോട് പോയിട്ടോ. അങ്ങനെ വണ്ടി റോഡിൻ്റെ സൈഡിലാളെ നിർത്തിയിട്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ട് കണ്ടില്ലേ ഇവർ ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ കണ്ടില്ല. ഞാൻ അന്നേരം തന്നെ ഞെട്ടിപ്പോയി. എല്ലാ മാമ ഞെട്ടി മാമ എന്ന് പറഞ്ഞ അവസ്ഥയായി കിട്ടോ. അന്നേരം തന്നെ ഞാൻ പറഞ്ഞു ഇതൊന്നും എനിക്ക് തിന്നാൻ പറ്റുന്നില്ല എന്ന്. ഞാൻ തിന്നോക്കുന്നേരം എനിക്ക് മൂക്കട്ടൻ്റെ ഒരു ചോയൊക്കെയാണ് തോന്നിയത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട മക്കളെ, എന്താ അതിൻ്റെ പേരെന്നൊന്നും എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ കമൻ്റ് അടിക്കാൻ മറക്കുകയും ചെയ്യരുത്. അങ്ങനെയെല്ലാം കൂടി നമ്മൾ അവിടെ നിന്ന് പോകാൻ നേരത്തെ ഒരാൾ എന്നോട് പറഞ്ഞു ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കുന്ന സമയത്തുണ്ട് പൊരേന്നൊരു കുപ്പിയിൽ പഴംപൊരി ഉണ്ടെന്ന്. ഇന്നലെ രാത്രി ഉണ്ടാക്കിയ പഴംപൊരിയാണ് ഇന്നത്തേക്ക് തിന്ന് അടിപൊളി ടേസ്റ്റൊക്കെയാണ്. ഓള് പറഞ്ഞാൽ മാതിരി നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഓള് ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് കുപ്പിയിൽ പഴംപൊരി കൊണ്ടുവന്ന് ആദ്യത്തെ ആൾ ഇവളായിരിക്കുന്ന എനിക്ക് തോന്നുന്നു. നമ്മളൊക്കെ ചോറ്റുപാത്രം അല്ല എന്തെങ്കിലും പാത്രമൊക്കെ ഉണ്ടല്ലോ, ഇവിടെ ഏതൊരു ചെറിയ കുപ്പിയിലുണ്ട് 4-5 പഴംപൊരി ഇട്ടിട്ട് 4 ആക്കും വേണ്ടിയിട്ട് ഇതാണ്ട ഓരോന്നോരോന്ന്. എനിക്ക് വേണോ? വേണ്ട വേണ്ട വേണ്ട, തിന്നു മോള് തിന്നോ. അങ്ങനെയെല്ലാം കൂടി നമ്മളെന്താ കാണുന്ന ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരാൾ ചോദിക്കുക ആര് നമ്മളെ അമ്മ തന്നെ, ഇതേതാ സ്ഥലം? ഞാൻ പറഞ്ഞത് ആമ്പിച്ചി കുളമോ മറ്റേ വടകര കുളമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞപ്പോൾ പൊട്ടത്തി വിശ്വസിക്കുകയും ചെയ്തു. അത്ര ബുദ്ധിയുള്ളൂ പാവം. അങ്ങനെയെല്ലാം കൂടി നമ്മളെടുത്തി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പം തന്നെ നമ്മളെ സ്പോട്ടിലെത്തിയിട്ടോ. ആടുന്ന് ഒന്നും നോക്കിയില്ല മക്കളെ, ഇവിടുന്ന് ഒരു ടിക്കറ്റ് എടുക്കാനുണ്ട് വെറും 50 രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ 50 രൂപ നമ്മളെ ഷിനോജ് എടുത്ത് നേരെ ടിക്കറ്റ് എടുത്ത് വീഡിയോ എടുത്ത് ഇങ്ങനെ നടന്നു പോകുന്ന അനു. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് എന്താണ് കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഫാമിലിക്കൊക്കെ പോകാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അത്ര അടിപൊളി സ്പോട്ടൊക്കെ തന്നെയാണ്. ഒരു പ്രത്യേക വൈബും കാര്യങ്ങളൊക്കെ ഉണ്ട്. വ്യൂ പോയിന്റിലേക്കാണ് നമ്മളിപ്പം പോകുന്നത്. പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നമ്മളെ വയനാട്ടിൽ വ്യൂ പോയിന്റ് ഉണ്ട്. ഫാമിലിയൊക്കെ ആയിട്ട് കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റിയെന്ന് വെച്ചുകൊണ്ട് കപ്പിൾസിനാണ്. പക്ഷേ ഈ സ്റ്റെപ്പ് കയറണമെന്നുണ്ടെങ്കിൽ പ്രായമുള്ള ആൾക്കാരൊന്നും പോയിട്ട് കാര്യമില്ല. എന്താ വെച്ചുകൊണ്ട് അത്രയും സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ശ്രദ്ധിച്ചിട്ട് മാത്രം പോവുക. പിന്നെ ബൈക്കായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ 20 ഉറുപ്പ്യ എക്സ്ട്രാ കൊടുക്കണം. ഞാൻ അന്നേരം തന്നെ പറഞ്ഞത് 20 ഉറുപ്പ്യ എന്തിനാ എക്സ്ട്രാ? ഒരേശം ആരോഗ്യമൊക്കെ രജനികാന്ത് നടക്കുന്നതിനോട്ടാണ് ഇവൻ നടക്കുന്നത്. ആരും നമ്മളെ ഷിനോജ് എൻ്റെ മോനെ പറയുമ്പോഴത്തേക്ക് തന്നെ കണ്ടില്ല എൻ്റെ നടത്തമൊക്കെ പെറ്റത്തള്ള സഹിക്കില്ല എന്ന് പറഞ്ഞ മാതിരിയാണ്. ഇത് കണ്ടില്ലേ, എന്തോ കിട്ടാത്ത മാതിരി ആർക്കോ വേണ്ടി നടക്കുന്ന ആര് അമ്മു. പിന്നെ അനു എന്ന് വെച്ചുകൊണ്ടെങ്കിൽ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കുക. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ലാഭമാണ്. നമുക്ക് ഏകദേശം എല്ലാവരും കൂടി ഒരു 10-20 ഉറുപ്പ്യൻ്റെ എണ്ണ അടിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ എത്തി. ചിലവും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. ഉച്ചയ്ക്ക് നമ്മൾ കഴിച്ച ഫുഡിൻ്റെ അതിൻ്റെ ഒക്കെ പൈസ മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരു 400 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ 4 ആൾക്ക് പോയി വരാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അത്ര അടിപൊളി സ്പോട്ട് തന്നെ. പിന്നെ ഫാമിലിയൊക്കെ പോയിട്ട് വന്നാൽ നിങ്ങൾ വിചാരിക്കും ഈ ഒരു വ്യൂ പോയിൻ്റ് കാണാനാണെന്ന്. ഇവിടെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. അങ്ങനെയെല്ലാം കൂടി നമ്മളെന്താക്കാണ് നേരെ അങ്ങോട്ടേക്കും പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. പോകുന്ന സമയത്ത് എൻ്റെ മക്കളെ നിങ്ങൾ കണ്ടു നോക്കി, ഒരു രക്ഷയില്ല, അത്രയും സൂപ്പർ. അന്നേരം ഷിനോജ് പറയുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അത് പറിക്കാൻ നിൽക്കരുതെന്ന്. ചെടി കണ്ടാൽ പറിക്കുന്ന 2 ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ചെയ്ത് ചെടി പറിക്കരുത്, ചെടി തുടരുതെന്ന്. ഇത്രയും വ്യൂ പോയിന്റിലേക്ക് ഇത് കണ്ടില്ലേ, ഞങ്ങൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ ക്യാമറ വരുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുന്ന ഒരേ ഒരു സ്ഥലം എന്ന് വെച്ചുകൊണ്ട് അത്ര അടിപൊളിയുള്ളൊരു ഭാഗം കേട്ടോ. അത് കണ്ടതിന് ശേഷം ഞങ്ങൾ എന്താക്കി അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകാനുണ്ട്. അടുത്തേക്ക് നമ്മളെ വ്യൂ പോയിന്റിലേക്ക് അവിടെ നിന്ന് ഇങ്ങനെ നടക്കട്ടോ. ഫുള്ള് കാട്ടിനുള്ളിൽ കൂടി നടക്കുന്ന മാതിരി. ഇതാണ് നമ്മളെ പാർക്ക്. ഒരാൾ കണ്ടില്ലേ കയറുന്നത്. പിന്നെ പോലീസ് ട്രെയിനിങ്ങിലൊക്കെ കിട്ടിക്ക് അങ്ങനെ കയറി ശീലമുള്ള ആൾക്കാരാന്ന് തോന്നുന്നു. അവിടെ ഇരിക്കി മാമച്ച അവിടെ ഇരുന്നിരുന്നോ? ഓക്കെ സെൽഫി എടുത്ത് ഫോട്ടോ എടുത്ത് അവിടെ ഇരിക്കട്ടാ. മാമൻ ഇങ്ങോട്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി നോക്കുന്നുണ്ട് എൻ്റെ മക്കളെ. ഇതുവരെ നാട്ടിൽ നിന്ന് ഊഞ്ഞാല കാണാത്ത 2 കളിയാണ് ഇവള് കളിക്കുന്നത്. ഞാൻ വിചാരിച്ചു മറ്റൊക്കെ ലേശെങ്കിലും കുറച്ച് ബുദ്ധിയുണ്ടെന്ന്. അതൊന്നും ഇല്ല കേട്ടോ. 2 ആളെയും കൂടി ഒരുമിച്ച് ആട്ടുന്ന ഷിനോജ്, ആട്ടി വീഡിയോ എടുക്കുന്ന ഞാനും. പിന്നെ ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ നേരെ വീണ്ടും നടക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അതൊരു പാർക്കാണേ. അങ്ങനെ ആടുന്ന് കഴിഞ്ഞ് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നടന്ന് താടി വളർന്നതെന്ന് ഞാൻ പറയുന്ന സമയത്ത് വേറൊരു പാർക്കും കൂടി എന്താണ് ഇവിടുന്ന് ഇങ്ങനെ കണ്ട്. അന്നേരം എന്നോട് പറഞ്ഞു ഇതാ അയിമ കയറണം. ഞാൻ പറഞ്ഞു അയിമൊന്നും കയറണ്ട, കുട്ടികൾ കയറേണ്ട സാധനം വിട്ട വണ്ടി എന്ന് പറഞ്ഞു. അന്നേരം ഷിനോജുണ്ട് അവിടെ വന്നിട്ട് പറഞ്ഞു വരുന്നുണ്ടെങ്കിൽ പോരി, അല്ലെങ്കിൽ അവിടെ കുത്തിരിക്കുന്നു. അങ്ങനെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ വീണ്ടും കയറി. അത്രേ സ്റ്റെപ്പുകൾ കയറാനുണ്ട് എൻ്റെ മക്കളെ. കയറിക്കഴിഞ്ഞാൽ എനിക്ക് പറയാൻ എന്താ പറയുക, ഇതാണ് നമ്മൾ എത്തിയ സ്ഥലം കേട്ടോ. ഇത് നമ്മളെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. അവിടെ നിന്ന് കയറിക്കഴിഞ്ഞാൽ നേരെ നമ്മളെത്തുന്ന ഈ വ്യൂ പോയിന്റിലേക്കാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറൊരു ലോകം തന്നെ. അത്ര അടിപൊളിയാണ്. ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി വളരെ മനോഹരമായിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ടാണ് എന്ത് ഈ വ്യൂ പോയിന്റ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചുകൊണ്ട് ഇത് വയനാട് വ്യൂ പോയിൻ്റാണ്. ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിൽക്കാം. വെറും 50 രൂപയേ ഉള്ളൂ എന്ന് പറയേണ്ട, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിരിക്കട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ വന്ന് നമ്മളന്ന് പോയ സമയത്ത് കണ്ട ആൾക്കാരൊക്കെ കപ്പിൾസ്, ലവ് ബേർഡ്സ് എന്നൊക്കെ പറയണ്ട, കാക്ക കോയി എന്നൊക്കെ പറയുന്ന മാതിരി പറയണ്ട. ഞങ്ങൾ മാത്രമേ ഉള്ളൂ അലഞ്ഞു തിരിഞ്ഞെത്തി. അപ്പോൾ നമ്മൾ വീഡിയോ കാണുക, പറ്റുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്യുക, അവരൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.